എഡ്യൂക്വസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് ഓപ്ഷൻ സി അറോറ ബോറിയാലിസ്. അറോറ ബോറിയാലിസ് എന്നാണ് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി മഹാത്മാ അയ്യങ്കാളി. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് മഹാത്മാ അയ്യങ്കാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം ഏതാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം ഏതാണ്? ഓപ്ഷൻ എ ബോസ്ഫോറസ് മർമറെ തുരങ്കം. ബോസ്ഫോറസിലെ മർമറെ തുരങ്കമാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയുടെ ലേഔട്ടും കലാപരമായ അലങ്കാരങ്ങളും തയ്യാറാക്കിയ പ്രമുഖ ചിത്രകാരൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയുടെ ലേഔട്ടും കലാപരമായ അലങ്കാരങ്ങളും തയ്യാറാക്കിയ പ്രമുഖ ചിത്രകാരൻ ആരാണ്? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയുടെ ലേഔട്ടും കലാപരമായ അലങ്കാരങ്ങളും തയ്യാറാക്കിയ പ്രമുഖ ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികൾ ചേർന്നാണ് രൂപപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികൾ ചേർന്നാണ് രൂപപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഗംഗ ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബൻസ് ഡെൽറ്റകൾ ഗംഗയും ബ്രഹ്മപുത്ര നദികളും ചേർന്നാണ് രൂപപ്പെടുന്നത്. സസ്യങ്ങൾക്കും ജീവനും സംവേദനശേഷിയുമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനും സംവേദനശേഷിയുമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ജഗദീഷ് ചന്ദ്രബോസ്. ജഗദീഷ് ചന്ദ്രബോസ് ആണ് സസ്യങ്ങൾക്കും ജീവനും സംവേദനശേഷിയുമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇലോൺ മസ്കിന്റെ കമ്പനി. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇലോൺ മസ്കിന്റെ കമ്പനി. ഓപ്ഷൻ ഡി ന്യൂറാലിങ്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 15. അനുച്ഛേദം 15 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം. ശിലകൾ, ലോഹത്തകിടുകൾ, ഇഷ്ടികകൾ, ഓലകൾ തുടങ്ങിയ പ്രതലങ്ങളിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിലകൾ, ലോഹത്തകിടുകൾ, ഇഷ്ടികകൾ,
ഓലകൾ തുടങ്ങിയ പ്രതലങ്ങളിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി എപ്പിഗ്രാഫി. ശിലകൾ, ലോഹത്തകിടുകൾ, ഇഷ്ടികകൾ, ഓലകൾ തുടങ്ങിയ പ്രതലങ്ങളിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പ്രശസ്ത പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? സമ്പദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നീ പ്രശസ്ത പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പ്രശസ്ത പത്രങ്ങൾ ആരംഭിച്ചത്. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ്? എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ്? ഓപ്ഷൻ സി ലോകാരോഗ്യ സംഘടന, WHO. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനത്തെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ജാമുകൾ, സ്ക്വാഷുകൾ, ജെല്ലികൾ തുടങ്ങിയവ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ജാമുകൾ, സ്ക്വാഷുകൾ, ജെല്ലികൾ തുടങ്ങിയവ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻ സി ബെൻസോയിക് ആസിഡ്. തന്നിരിക്കുന്നവയിൽ ബെൻസോയിക് ആസിഡാണ് പഴങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ജാമുകൾ, സ്ക്വാഷുകൾ, ജെല്ലികൾ തുടങ്ങിയവ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇരു അർദ്ധഗോളങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇരു അർദ്ധഗോളങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി കോറിയോലിസ് ബലം. ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾക്ക് ഇരു അർദ്ധഗോളങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്നത്. രാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിലൊന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. തന്നിരിക്കുന്നവയിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിലൊന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, KSFE. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിലൊന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ കെയർ കേരള. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള. കോക്ലിയയുടെ മധ്യഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. കോക്ലിയയുടെ മധ്യഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. ഓപ്ഷൻ ബി എൻഡോലിംഫ്. കോക്ലിയയുടെ മധ്യഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോലിംഫ്. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല?
ഓപ്ഷൻ ഡി മലപ്പുറം. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ്. സൂചനകൾ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് സ്വർണ ജയന്തി ഷഹാർ റോസ്ഗാർ യോജന. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഏതാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഓപ്ഷൻ എ ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്ന് ഗ്ലൂക്കഗോൺ, മറ്റൊന്ന് ഇൻസുലിനാണ്. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഏതാണ്? കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഓപ്ഷൻ ഡി മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ കൊല്ലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗലിനെയും കൊല്ലത്തെയുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദങ്ങളിലാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദങ്ങളിലാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വാണിജ്യപരമായ ഏകകം ഏതാണ്? വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വാണിജ്യപരമായ ഏകകം ഏതാണ്? ഓപ്ഷൻ സി കിലോ വാട്ട് അവർ. വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വാണിജ്യപരമായ ഏകകമാണ് കിലോ വാട്ട് അവർ. ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓപ്ഷൻ ബി ഗ്രൂപ്പ് 14. ആധുനിക ആവർത്തന പട്ടികയിൽ കാർബൺ എന്ന മൂലകം ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് 14ലാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് തിരുനെൽവേലിയിലായിരുന്നു. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്നതും പ്രകാശമുള്ള ഭാഗത്തെയും ഇരുണ്ട ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നതുമായ സാങ്കല്പിക രേഖ അറിയപ്പെടുന്നത്? ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്നതും പ്രകാശമുള്ള ഭാഗത്തെയും ഇരുണ്ട ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നതുമായ സാങ്കല്പിക രേഖ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പ്രകാശവൃത്തം. പ്രകാശവൃത്തം എന്ന പേരിലാണ് ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്നതും പ്രകാശമുള്ള ഭാഗത്തെയും ഇരുണ്ട ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നതുമായ സാങ്കല്പിക രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനെന്നും
ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നും ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനെന്നും ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായും കണക്കാക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ അച്ചടിവിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി ഏതാണ്? ഇന്ത്യയിൽ അച്ചടിവിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തി? ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അച്ചടിവിദ്യയും ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ബി ഗ്രലിൻ. ഭക്ഷണപദാർത്ഥങ്ങളുടെ അഭാവത്തിൽ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതിനായി ആമാശയത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഗ്രലിൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്. താഴെ കൊടുത്തവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ടൂർണിക്കറ്റ് ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ടൂർണിക്കറ്റ് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമിയുടെ ആസ്ഥാനം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ്? ഓപ്ഷൻ ഡി സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ചുണ്ണാമ്പുകല്ല്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ ചുണ്ണാമ്പുകല്ലുകളാൽ രൂപപ്പെട്ടതാണ്. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ സി ലീപ്പ് 1. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേരാണ് ലീപ്പ് 1. ഭ്രമണദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏതാണ്? ഭ്രമണദിശ
കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ശുക്രൻ, യുറാനസ്. ഭ്രമണദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കുള്ള ഗ്രഹങ്ങളാണ് ശുക്രനും യുറാനസും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത. ഓപ്ഷൻ ഡി മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. മൂത്രത്തിലൂടെയുള്ള അധിക ജലനഷ്ടമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. സ്വാതന്ത്ര്യ സമര സേനാനിയും പഞ്ചാബ് കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ലാലാ ലജ്പത് റായ് രചിച്ച ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകം. സ്വാതന്ത്ര്യ സമര സേനാനിയും പഞ്ചാബ് കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ലാലാ ലജ്പത് റായ് രചിച്ച ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകം ഏതാണ്? ഓപ്ഷൻ സി അൺഹാപ്പി ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന ലാലാ ലജ്പത് റായ് പഞ്ചാബ് കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായ് രചിച്ച പുസ്തകമാണ് അൺഹാപ്പി ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത് ഏതാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത് ഏതാണ്? ഓപ്ഷൻ സി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ പ്രദേശത്ത് 1940 പ്രവർത്തനം ആരംഭിച്ചതും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുമായത്. പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ആരാണ്? പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വിശാഖദത്തൻ. പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ പ്രമുഖമായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അധികാരത്തിലേക്കുള്ള ആരോഹണത്തെക്കുറിച്ചുള്ള മുദ്രാരാക്ഷസം എന്ന പ്രശസ്തമായ സംസ്കൃത നാടകം രചിച്ചത് വിശാഖദത്തനാണ്. കടുവകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനുമായി എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കടുവകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനുമായി എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ജൂലൈ 29. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ 29-നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിലൊന്നായ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിൽ ഒന്നായ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ ഡി ഗുരുശിഖർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളിലൊന്നായ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. ലോകമെമ്പാടുമുള്ള ഗതി നിർണയത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹ സംവിധാനം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം GPS ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? ലോകമെമ്പാടുമുള്ള ഗതി നിർണയത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹ സംവിധാനമായ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം GPS ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്?
ഓപ്ഷൻ ഡി അമേരിക്ക. ലോകമെമ്പാടുമുള്ള ഗതിനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹ സംവിധാനം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം GPS അമേരിക്കയുടെ സംഭാവനയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ പീനൽ കോഡ് IPCക്ക് പകരമായി 2024 ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമസംഹിതയുടെ പേരെന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി 2024 ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമസംഹിതയുടെ പേര് ഓപ്ഷൻ ബി ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി 2024 ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമസംഹിതയാണ് ഭാരതീയ ന്യായ സംഹിത. അസുറൈറ്റ് പ്രധാനമായും ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അസുറൈറ്റ് പ്രധാനമായും ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി ചെമ്പ്. ചെമ്പിൻ്റെ ഒരു പ്രധാന അയിരാണ് അസുറൈറ്റ്. സാമൂഹിക സമത്വത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ നവോത്ഥാന നായകരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യം ഏതാണ്? തന്നിരിക്കുന്നവയിൽ സാമൂഹിക സമത്വത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ നവോത്ഥാന നായകരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻ സി വേല ചെയ്താൽ കൂലി കിട്ടണം. സാമൂഹിക സമത്വത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ നവോത്ഥാന നായകരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.